വരുൺ, മോൻ എന്തെങ്കിലും പറ്റിയോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. മാഡത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? അയാള് ശ്യാമയെ കുത്താൻ പുറകിലെത്തിയപ്പോ ഞാൻ കണ്ട് നിലവിളിച്ചു. ഞങ്ങള് വാതിലടച്ചിരിക്കുകയായിരുന്നു. അതിനർത്ഥം അയാളിനകത്ത് ഉണ്ടായിരുന്നല്ലേ? വരുൺ, അത് ബെഞ്ചമിൻ അല്ലേ? ആരായാള്? കണിമംഗല ഗ്രൂപ്പിന്റെ നാശത്തിന് കാരണക്കാരൻ. അവനെ കണിമംഗല ഗ്രൂപ്പിന്റെ മാനേജറായിട്ട് നിയമിച്ചത് ഞാനാ. അന്ന് മുതലാ കണിമംഗല ഗ്രൂപ്പിന്റെ വീഴ്ചകൾ തുടങ്ങിയത്. ബെഞ്ചമിന്റെ പുറകിൽ ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ. ഹലോ സാർ, ഞാൻ ശ്യാമ മാഡത്തിന്റെ വീട്ടിൽ നിന്ന് വരണ. വരുൺ പറയൂ. എന്താ വരുൺ നിങ്ങൾ ഈ പറയുന്നത്? ഇത്തരം ക്രിമിനലുകളെയാണോ നിങ്ങൾ മാനേജരായി നിയമിക്കുന്നത്? സോറി സാർ, അയാള് ഞങ്ങളുടെ മുമ്പിൽ നടത്തിയ നാടകത്തിൽ നിന്ന് ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചു പോയതാ. അയാളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം സാർ. അവന്റെ പുറകിൽ ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഞങ്ങൾക്കും ശ്യാമ മാഡത്തിനും അയാൾ ഒരേപോലെ തന്നെ ഭീഷണിയാ. ഓക്കെ, ഞാനിപ്പോൾ തന്നെ നിർദ്ദേശങ്ങൾ കൊടുത്തോളാം. വരുണിന്റെ കയ്യിൽ അയാളുടെ ഫോട്ടോ കാണുമല്ലോ, അതിങ്ങോട്ടൊന്ന് സെൻഡ് ചെയ്തേക്ക്. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരുണിനെ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ സാർ. ഓക്കെ വരുൺ. അമ്മ, ഞങ്ങൾക്കിപ്പോ വരാൻ തോന്നിയത് നന്നായല്ലേ? അതെ മോളെ. എങ്ങനെ നടന്നിട്ടും ആപത്തുകൾ ഒഴിഞ്ഞു പോകുന്നില്ല. അല്ല, നിങ്ങളെന്താ ഈ നേരത്ത്? ആ ആപത്ത് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചോ? ആര്? അത് ഞാനും വരുണും കൂടി ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങായിരുന്നു. അതിനിടയ്ക്ക്